ഹലോ ഡിയേഴ്സ്, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ ചിക്കൻ മന്തി. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ടൊമാറ്റോ ചട്നിയും മയോണൈസും നമുക്ക് ഉണ്ടാക്കാവേ. നമ്മൾ റൈസിനെടുക്കുന്ന അരി എപ്പോഴും നീളമുള്ള അരി ആയിരിക്കണേ. അതുപോലെ നമ്മൾ ചിക്കൻ വാങ്ങില്ലേ, ചിക്കൻ കട്ട് ചെയ്യുമ്പോഴും ബിരിയാണി കട്ടാണ് ഏറ്റവും ബെറ്ററേ. നമ്മൾ ഈ അരി എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് തോരാൻ വേണ്ടി എടുത്ത് വെക്കാമേ. അതുപോലെ ചിക്കൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിരിയാണിയേക്കാളും എളുപ്പം മന്തി ഉണ്ടാക്കാനാണെന്നേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉള്ളിയൊന്നും കട്ട് ചെയ്ത് വറുക്കണ്ട. അതുപോലെ ഓയിലും നെയ്യും ഒക്കെ വളരെ കുറച്ച് മതി ഇതിന്. നമുക്ക് ചിക്കനുള്ള മസാല നോക്കാമേ. നമ്മളൊരു ഇഞ്ചി എടുക്കുന്നത്, അത്യാവശ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ 4 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് കുരുമുളക്, എരിക്ക് ആവശ്യത്തിന്, അതുപോലെ തന്നെ ചെറിയ ജീരകം. പിന്നെ പൊടിയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് ആദ്യം. അത് നമുക്ക് 1.5 ടീസ്പൂൺ എടുക്കാമേ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നമുക്ക് 2 സ്പൂൺ ഇടണം. നല്ല എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ നമുക്ക് 1.5 സ്പൂൺ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവേ. നമ്മൾക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാനാണ് നമ്മളിത് അരച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡ് വിന്നറാണ്. അപ്പം ഗോൾഡ് വിന്നറാണ് ഏറ്റവും ബെറ്റർ. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലേവറിൽ വ്യത്യാസം വരും. നമുക്ക് ഈ അരച്ചെടുക്കുന്ന അരപ്പ് മൊത്തത്തിലെടുക്കരുത്, കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. വേറൊരാവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്കിഷ്ടം ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും മന്തി ഉണ്ടാക്കുന്നതാണ്. ടേസ്റ്റ് വൈസ് അല്ല, എനിക്ക് തോന്നുന്നു കൂടുതൽ സിമ്പിളാണ്. ഒരുപാട് നെയ്യും അതുപോലെ എണ്ണയൊന്നും വേണ്ട. പിന്നെന്താ, അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കുറച്ച് മതി. ഞാൻ ഒരു അര ക്യാപ്സിക്കോ അതുപോലെ 1.5 സവാള ഉള്ളിയാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബ് ഞാൻ ഈ മസാലയിലോട്ട് പൊടിച്ച് ചേർത്തതാണ് കേട്ടോ. മുഴുവൻ മസാല എടുക്കാതെ നമുക്ക് കുറച്ച് മസാല അതിനകത്ത് വെച്ചേക്കാം. നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മസാല ഒന്ന് പുരട്ടി ഒരു 10-20 മിനിറ്റ് വെച്ചേക്കാമേ. നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്ന രീതി ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഈ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഹോട്ടലിലെ പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലും ഗ്രില്ല് ചെയ്യുക അല്ലെങ്കിൽ തവ ചെയ്തിട്ടായിരിക്കും മിക്കുള്ളവരൊക്കെ എന്താ നമ്മൾ സെറ്റാക്കാറുള്ളത്. പിന്നെ ചിലർ കുക്കറിൽ ചെയ്യാറുണ്ട്. എനിക്ക് കുക്കറിൽ മന്തി ഉണ്ടാക്കിയതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ രീതി ചെയ്തപ്പോഴാണ്. ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ രീതി ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റി ആയിരിക്കും. റൈസിന് വേണ്ടിയുള്ളത് എടുക്കാമേ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഗ്രാമ്പു, അതുപോലെ പട്ട, ഏലക്ക, ബേ ലീവ്സ്, അതുപോലെ തന്നെ തക്കോലം, ഇതൊക്കെ നമുക്ക് എടുക്കണം. പിന്നെ കുരുമുളക് ഞാൻ മറന്നുപോയി. ഇതെല്ലാം നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്ന വെള്ളത്തിലിടാനാണ്. അതുപോലെ ഡ്രൈ ലെമൺ വേണമായിരുന്നു, പക്ഷെ നമ്മളുടെ കയ്യിൽ ഡ്രൈ ലെമൺ ഇല്ലാത്തതുകൊണ്ട് സാധാ ലെമൺ. നിങ്ങൾക്ക് തോന്നും ഇവിടെ എന്താ ഈ ഇഡലി കുക്കർ എന്നില്ലേ. അപ്പോൾ നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോണേ കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഗ്രില്ല് ചെയ്താലും തവ ചെയ്താലും കരിഞ്ഞ് പിടിച്ച് നമുക്കതൊരു അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റീം ചെയ്ത് നോക്കാം. അതാകുമ്പം ഒത്തിരി ഈ ചിക്കൻ നല്ല രീതിയിൽ വേകുകയും ചെയ്യും. ഗ്രില്ല് ചെയ്യുമ്പോഴോ അതുപോലെ തവ ചെയ്യുമ്പോഴുള്ള ഈ മസാല കരിഞ്ഞുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗി ക്യൂബ് ഇല്ല, അപ്പം നമുക്ക് വേറെയോ എവിടെയോ പെട്ടെന്ന് അത്യാവശ്യം നമുക്ക് ആഗ്രഹത്തിന് ഉണ്ടാക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ സ്റ്റീം ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുവേ. ഇതൊക്കെ ഇച്ചിരി സമയം പോകുന്ന പരിപാടിയാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ നമ്മുടെ വീട്ടിലെ ആകുമ്പോൾ. എനിക്ക് കൂടുതലും പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഞങ്ങൾ തന്നെ ഉണ്ടാക്കാറാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടും പുള്ളി നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരുവേ. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നധികം എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് വരാവേ. നമുക്കിതിനകത്ത് ഇച്ചിരി ഈ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇതിൻ്റെ ചിക്കൻ്റെ മുകളിൽ ഇടാം കേട്ടോ. പക്ഷേ എനിക്ക് ആവേശം മൊത്തം ഞാൻ ഇട്ടത് കൂടിപ്പോയി, നല്ല രീതിയിൽ കൂടിപ്പോയി. എനിക്ക് ലാസ്റ്റ് ഒരു വലിയ പണിയും കിട്ടിയിട്ടുണ്ട്, ഞാൻ പറയാമേ. അപ്പോൾ നമുക്ക് റൈസിൻ്റെ കാര്യത്തിലേക്ക് പോകാം. നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് മൊത്തം നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമ്മൾ ഈ അരി നേരത്തെ വാരാൻ വേണ്ടി 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തോരൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഡ്രൈ ലെമൺ കിട്ടാത്തതുകൊണ്ട് നമ്മൾ 2 സ്ലൈസ് നാരങ്ങയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് 3-4 മുളകും കൂടി ഇട്ടേ. എന്നിട്ട് നമുക്ക് ഈ റൈസ് എല്ലാം അതിനകത്ത് തട്ടിയിടാതെ. ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ആ ലെഗ് പീസൊക്കെ തന്നെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയെ.
ഞാനൊരു 10-15-20 മിനിറ്റ് കൂടുതൽ ആവി കൊള്ളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ചിക്കനകത്ത് സ്റ്റോക്കാണിത്. ആ സ്റ്റോക്ക് ഈ റൈസ് വാട്ടറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴും നമ്മളുടെ ആ ചിക്കൻ്റെ ഫ്ലേവർ ഇത് കണ്ടോ, അതിൻ്റെ മുകളിൽ ഞാനിട്ട ഉള്ളിയും ക്യാപ്സിക്കമാണ്. അപ്പം ഈ ക്യാപ്സിക്കം ഉള്ളി മാറ്റിയിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മസാലയില്ലേ, അത് പുരട്ടി നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് എന്താ ഒരു ഒരു ടേസ്റ്റിന് കാണാനും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കുമ്പോഴേ. അപ്പം ഇത് നല്ല ചൂടായതുകൊണ്ട് ഈ ഉള്ളിയും ഇതൊക്കെ മാറ്റുന്നത് വലിയ ടാസ്ക്കാണ്. പോരാത്തതിന് ഈ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് പോയില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിക്കൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മൾ 2-3 റൗണ്ടായിട്ടാണ് പൊരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഈ വാട്ടർ കണ്ടൻറ്റൊക്കെ നമ്മളൊന്നും കൂടി ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ പോകും. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം നമ്മളിത് വെന്തിരിക്കുകയാണ്. ജസ്റ്റ് ആ മസാല ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടി മാത്രം നമ്മൾ ഇച്ചിരി ഓയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അത് ഗോൾഡ് വിന്നറാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ബ്രഷ് ചെയ്ത് കൊടുക്കാം മസാല. ഓരോ സൈഡിലോട്ട് തിരിഞ്ഞ് വെക്കുമ്പം അതൊന്ന് മുരിഞ്ഞ് വരും. നമ്മൾക്ക് എന്നിട്ട് ഇത് നല്ല രീതി മുരിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്യുന്നത്. ദം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ പീസ് മൊത്തം ആദ്യം നമ്മൾ ഉദ്ദേശിച്ച പാത്രത്തിൽ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രം എടുത്ത് ഒരിച്ചിരി ഗോൾഡ് വിന്നറാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ചിക്കനൊന്ന് മുരിയാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം പറക്കി ചിക്കൻ മൊത്തം ഇതിൽ പറക്കി അങ്ങ് അടുക്കി വെക്കുക. താഴെ മൊത്തം ചിക്കനാണേ. ഒരു തരം ബിരിയാണി സ്റ്റൈല് തോന്നും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതെന്തായി വരും എന്നൊക്കെ തോന്നും, പക്ഷേ കഴിക്കുമ്പം സൂപ്പറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് ആഡ് ചെയ്തില്ലേ, അതുപോലെ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്തില്ലേ, അതാണ് ഈ നമ്മുടെ റൈസിനൊരു കളർ ചേഞ്ച്. അല്ലാതെ നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ ഫുഡ് കളറൊന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ചെറിയൊരു കുഴി ഒഴിച്ചിട്ടേക്കാം. വേറൊന്നുമല്ല, നമുക്കൊരു സ്മോക്കി ഫ്ലേവർ ഇട്ടണ്ടേ, അതിനുള്ളൊരു ടെക്നിക്കാണ്. നമുക്ക് ഇതിന് ചുറ്റും 5-6 പച്ചമുളകൊക്കെ കുത്തി വെക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല വെന്തിരിക്കുന്ന പച്ചമുളക് കിട്ടാറില്ലേ, നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലേവറും ഈ മന്തിയുടെ ഈ ഫ്ലേവറെല്ലാം ആ മുളകിലും പിടിച്ച് വരും. കഴിക്കാനൊരു ടേസ്റ്റാണ്. എങ്കിൽ നമുക്ക് അതിന് ശേഷം ചെറിയൊരു കുഴി ഒഴിച്ചിട്ടിട്ടില്ലേ, അതിലോട്ട് ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് നമുക്ക് നല്ല കനൽ സംഘടിപ്പിക്കണേ. നമുക്ക് എന്നിട്ട് അതിനകത്ത് കനലിലോട്ട് ഇച്ചിരി ഗോൾഡ് വിനർ ഒഴിച്ചിട്ട് അപ്പോഴേ പാത്രം അടച്ച് വെച്ചാൽ നല്ല സ്മോക്കി ഫ്ലേവറുള്ള മന്തി ഇട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് അടിപൊളി സൂപ്പർ ഒരു മന്തിയാവേ. അപ്പോൾ ഈ മന്തിയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടി അടിപൊളിയായിട്ട് വരാൻ നമുക്ക് ഈ ടൊമാറ്റോ ചട്നി ഇല്ലേ, അതടിക്കാവേ. അതിനുവേണ്ടി തക്കാളി, സവാള, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, പിന്നെ പുതിനയില, മല്ലിയില ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി അതുപോലെ ഉപ്പും കൂടി ഒഴിച്ച് അടിപൊളിയായിട്ട് അടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ചതഞ്ഞ് നമുക്ക് കടിക്കാൻ കിട്ടണം, ആ ഒരു പരുവത്തിന് അടിച്ചെടുക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ മന്തിയായിട്ട് തിന്നുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കുമേ. അത് കഴിഞ്ഞ് മയോണൈസ്. ഞാൻ എപ്പോഴും മയോണൈസ് മുട്ട നല്ല രീതിയിൽ പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പുഴുങ്ങാനുള്ള ഒരു ഇത് കിട്ടില്ല, വാടി വന്നതേ ഉള്ളേ. അപ്പോൾ അത് നമുക്ക് ജാറിലിട്ടിട്ട് ഇച്ചിരി ഉപ്പ്, അതുപോലെ വെളുത്തുള്ളി, കുരുമുളക്, അതുപോലെ മുളക് പൊടി ഒരു തുള്ളി ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു കളർ ചേഞ്ച് കിട്ടുമേ. അതുപോലെ നമുക്ക് എത്ര കുറുകി വരണോ അത്രത്തോളം ഗോൾഡ് വിനർ ഒഴിച്ചുകൊണ്ടിരിക്കണം. ഫ്ലേവറിലായിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊന്നും ഒഴിക്കരുതേ. ഷോപ്പിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മയോണൈസും അതുപോലെ ഈ ടൊമാറ്റോ ചട്നിയും കൂട്ടി മന്തി കഴിച്ചാൽ അടിപൊളി. ഷോപ്പിലെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് ഓയിൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി കഴിച്ചാലും മന്തി കഴിച്ചാലും ഒക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മന്തി കഴിക്കുമ്പോഴും ചെറിയൊരു വിഴുവിഴുപ്പ് ഫീൽ ചെയ്യില്ലേ, അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ഉപ്പിൻ്റെ ഇത് കൂടുതലായിരിക്കുമേ. അപ്പോൾ എനിക്ക് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഇരിക്കുകയും നമ്മളുടെ ടേസ്റ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുവേ. നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് വേസ്റ്റായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവരതിൻ്റെ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത്ര ലോങ് വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു. ബൈ.